നിങ്ങൾ ഇവിടെ ഇല്ലേ? അല്ലെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ വെറുതെ ഇയാൾ പറയാണ്? ഇവിടെ ഇരുന്നിട്ട് ആകാശത്തിൻ്റെ മുകൾ കാണാൻ ആർക്ക് കഴിയും? എനിക്കും നിങ്ങൾക്കും കഴിയും. പക്ഷെ ഷർത്തുണ്ട്, ഇവിടുന്ന് ശൈത്താൻ ഒഴിവാക്കണം. പറഞ്ഞു, ഇവിടെ ഇരുന്നവൻ ആകാശത്തിന്റെ മുകളിലുള്ള നിഗൂഢ ലോകങ്ങൾ കാണും. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. ചിന്തിക്കണം, ആലോചിക്കണം, വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഈ കഴിഞ്ഞ ദിവസം മായനാജി ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഓടി വന്നിട്ട് എന്നോട് പറയാണ്, CM-ന്റെ 2 കറാമത്ത് ഞാൻ ഇക്കൊല്ലം പറഞ്ഞപ്പോൾ മൈനാജി ഓടി വന്ന് പറഞ്ഞു, ഒരു കറാമത്ത് കൂടെ പറയണ്ട. എൻ്റെ ഒരു അനുഭവം 1980 പ്രസംഗമധ്യേ വേദിയിൽ കുഴഞ്ഞു വീണു PKK ബാവ. എന്നോട് മൈനാജി പറയാ, PKK ബാവ വേദിയിൽ കുഴഞ്ഞു വീണു. പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അന്ന് CH മുഹമ്മദ് കോയ ഉപമുഖ്യമന്ത്രിയായ കാലഘട്ടമാണ്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ച് പറഞ്ഞു, കഴിഞ്ഞു. തലച്ചോറിലെ ബ്ലഡിലേക്ക് പോകുന്ന രക്തം പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരു നിലക്കും നിർവാഹമില്ല, രക്ഷപ്പെടുത്താൻ ഒരു നിർവാഹമില്ല. മെഡിക്കൽ സയൻസിൽ ഇതിന് മാർഗമില്ല. പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾ അറിയിക്കണവർ അറിയിച്ചോളൂ, ഞങ്ങൾക്ക് ഇതിൽ ഒരു നിർവാഹമില്ല. ഉടനെ ഇവർ ഇവിടെ നിന്നിട്ട് രാത്രി വൈകുന്നേരം ഒരു പ്രഭാഷണ വേദിയിൽ, ഈ PKK ബാവ ഇന്ന് മരിച്ചിട്ടില്ല ഈ PKK ബാവ. നാളെ 11 മണിക്ക് മുമ്പ് ആള് മരിക്കും, ഒരു നിർവാഹവുമില്ല, അതിന് കൂടുതൽ പോകാൻ ഒരിക്കലും കഴിയൂല, ഒന്നും കഴിയില്ല. കൂടുതൽ നമ്മൾ മെഡിസിൻ കൊടുത്താൽ തന്നെ മിണ്ടാൻ കഴിയാത്ത, ബോധമില്ലാത്ത, അനങ്ങാൻ കഴിയാത്ത ഒരു ജീവച്ഛവം ബാക്കിയാക്കിയിട്ട് എന്താ കാര്യം? മെഡിക്കൽ സയൻസിന് ഇതിനല്ലാത്ത മാർഗമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ബുദ്ധിമുട്ടി നിർബന്ധിക്കരുത്, നിങ്ങൾ വിളിക്കാനുള്ള ആളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞത്രേ. ഇവിടെ തന്നെ CH മുഹമ്മദ് കോയ സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കാര്യം. CH മുഹമ്മദ് കോയ സാഹിബ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഒരു നിർവാഹമില്ല, ഒന്നുമില്ല. കാരണം മരിച്ച ആളാണ്, ഇപ്പൊ തൽക്കാലം ശ്വാസം കൊണ്ട് ബാക്കിയുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും പരിശോധിച്ചിട്ട് മെഡിക്കൽ സയൻസിന് ഇതിന് നിർവാഹം ഒന്നുമില്ല. നിങ്ങൾ വിളിക്കേണ്ടവരെ വിളിച്ചോളൂ, ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പരമാവധി നോക്കിയിട്ടുണ്ട്, ഇനി അതിന് നിർവാഹമൊന്നുമില്ല. അങ്ങനെ രാത്രി 2 മണിക്കോ 3 മണിക്കോ ഏറിപ്പോയാൽ 11 മണിക്ക് മരിക്കുമെന്ന് വിധി എഴുതി. സമയം 9:30 മണി കഴിഞ്ഞ് 9:45 അപ്പോൾ മായനാജിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്രേ, ഇവിടെ മൂപ്പൻ്റെ വീട്ടിലുണ്ടാവുമല്ലോ CM, ഒന്ന് CM-ൻ്റെ അടുത്തേക്ക് ഒന്ന് ഓടിച്ചല്ല. 10 മണിക്ക് വാതിലടച്ച് അകത്ത് കയറുന്നൊരു സ്വഭാവമുണ്ട് CM-ന് ഒക്കെ. മൈനാജി പറയാം, മൈനാജിയോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം, ഈ ബാവയോട് ചോദിക്കാൻ, ബാവ ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഓടിച്ചെന്നപ്പം വാതിൽ അടച്ചട കയറണം. അങ്ങനെ ഓടിച്ചെന്ന് പറഞ്ഞു, ഉസ്താദെ എന്ന് പറഞ്ഞിങ്ങനെ നേരെ ഓടിച്ചെന്നു. അങ്ങനെ അടക്കുന്ന വാതിലിങ്ങനെ ഒന്ന് നിർത്തിയെന്നു. എന്തേന്ന് വെച്ചു, നമ്മളെ യുവജനങ്ങളൊക്കെ ഒരു നേതാവാണ്, ബാവ വേദിയിൽ വീണിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, പിന്നെ മരിക്കുന്നാണ്, ജീവൻ ബാക്കി ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഏത് ഡോക്ടറാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറെ പേര് പറഞ്ഞോടുകൂടെ ചൂടായി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ചൂടായത് എന്താന്ന് പറഞ്ഞാൽ വലിയ രസകരമായ ചൂടാവില്ല, അങ്ങോട്ട് ചൂടായി. അവനാരാ അത് പറയാൻ? മരിക്കുന്നറിയാം, അവനാരും അല്ലയാ, ഒരു കുഴപ്പമില്ല, നാളെ 11 മണിയാകുമ്പോഴത്തേന് കണ്ണ് തുറക്കും, എണീറ്റ് നടക്കാനാവും, ഒരു പേടിയില്ല. അങ്ങനത്തെ ഒരു ബേജാറുണ്ട്, ഇക്കവിടുന്ന്. അത് പിന്നെ ഉസ്താദെ അങ്ങനെ ഞങ്ങളിപ്പോൾ നിസ്സാരായി പറയുന്നത്. മൈനാജി ഒന്നും കൂടി നിന്നു, ഒരു രോഗമല്ല, പോന്നല്ലേ പറഞ്ഞത്. പിന്നെ മൈനാജി അവിടെ നിന്നപ്പോൾ മൈനാജിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് അകത്ത് പോയിട്ട് CM ഒരു 50 പൈസയുടെ ഒരു നാണയത്തൊട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് അതൊന്ന് ഓതിയിട്ട് കൈ കൊടുത്തട്ടെ, ഇതെവിടെയെങ്കിലും കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് കെട്ടിക്കോളൂ എന്ന് പറഞ്ഞയച്ചു. ഈ 50 പൈസ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തി. അത് ICUവിലാണ്, മരിക്കാൻ കിടക്കുന്ന ആളല്ലേ. അത് കൊണ്ടുപോയിട്ട് നഴ്സിൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ മൈനാജിക്ക് തോന്നത്രേ, ഇതിപ്പോൾ ഉസ്താദിന് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കയ്യിൽ കൊടുത്താൽ ഇതിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ച് നേരെ മൈനാജി തന്നെ പോയിട്ട് എന്ത് ചെയ്തു, ഈ പിന്നെ മുറിയൊക്കെ കിട്ടുന്ന തുണിശീല, വെള്ള തുണിശീല ഉണ്ടല്ലോ, ഈ തുണിശീലയിലാക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് അവിടെ പിന്നെ കയ്യിൽ കൂട്ടിക്കെട്ടി വെച്ചു. 11 മണിക്ക് പരിശോധിക്കാൻ വേണ്ടി വന്ന ഡോക്ടർ ഇത് കണ്ടപ്പോൾ ഇതെന്താന്ന് ചോദിച്ചത്. ഇതിങ്ങനെ ഞങ്ങളൊരു വലിയ ഒരു നേതാവ് എഴുതുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞു. ഓ നന്ദി മരിക്കൂല, നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കൂല എന്ന് കളിയാക്കുകയും ചെയ്തു. മൈനാജി ഒന്നും പറയുന്നില്ല, കാരണം ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞു 12 മണിക്ക്
ഡോക്ടർ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു, എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്, എന്തോ മാറ്റങ്ങൾ കാണുന്നുണ്ട്, മെഡിക്കൽ സയൻസിനെ നിർവചിക്കാൻ കഴിയാത്ത എന്തോ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. രാവിലെ 8-9 മണിയാകുമ്പോഴത്തിന് കണ്ണു തുറന്നു. 11 മണിയാകുമ്പോഴത്തിന് അവസ്ഥ പൂർണ്ണമായി മാറി. ഒരാഴ്ച എണീറ്റ് നടന്നു. ഒരാഴ്ച കൊണ്ട് എണീറ്റ് പൂർണ്ണമായി നടന്നു. 1 മാസം കൊണ്ട് പഴയ പോലെ പ്രസംഗിക്കാൻ തുടങ്ങി. പിന്നെ MLA ആയി, പിന്നെ മന്ത്രിയായി. ആകാശ സ്വപ്നം കാണാൻ, സ്വപ്നമല്ല, ഇരുന്ന ഇരിപ്പിൽ ആകാശത്തിന്റെ മുകൾ കാണാൻ മോമിനികൾക്ക് കഴിയും. അതിനെന്തിനാ മുഹമ്മദ് നബി ആവുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലാ അന്ന ശയാത്വീൻ യഹൂമുന അലാ ഖുലൂബി ബനി ആദം ലനളറു ഇലാ മലകൂതിസ് സമാ. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഈ കുറ്റിക്കടവിലുണ്ടായിരുന്നല്ലോ ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ, എന്നോട് അനുഭവസ്ഥൻ പറഞ്ഞ ഒരു സംഭവമാണ്. കുറ്റിക്കടവിലുണ്ടായിരുന്നല്ലേ അബ്ദുള്ള മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവര് ഒരു കേസുമായിട്ട് ഒരാൾ ചെന്ന്, നാളെ കേസിൻ്റെ ഫൈനലാണ്, എന്തോ നഷ്ടം സംഭവിക്കും, വലിയ ആപത്ത് വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ സമീപിച്ചപ്പോൾ ഒന്നിങ്ങനെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത്രേ ഒന്നും ഉണ്ടാവില്ല, ഒരു 500 രൂപ പോക്കറ്റിലിട്ട് പോയിക്കോ, ആദ്യം നിൻ്റെ കേസാണ്, നാളെ വിളിക്കുക, ഒരു 500 രൂപ പോക്കറ്റിലിട്ട് പോയിക്കോ, 500 രൂപ പിഴയുണ്ടാകും, കോടതി പിരിയുന്നത് വരെ തടവും ഉണ്ടാകും, ഒരു പേടിയാവണ്ട, ഇത്ര മതി, കൂടുതൽ തുണിയും കുപ്പായം കൊണ്ടുപോകണ്ട, വൈകുന്നേരം ആകുമ്പോഴത്തേന് വിട്ടോളും, 500 രൂപ. ഇന്നാണെങ്കിൽ പറയാം, അത് ജഡ്ജിയുമായി ഒന്ന് മൊബൈലിൽ ഈ മൊബൈൽ കണ്ടുപിടിക്കുന്നതിൻ്റെ 25 കൊല്ലം മുമ്പുള്ള സംഭവമായി പറയുന്നത്. ഇതെങ്ങനെ? ഇത് നിങ്ങൾ ആർക്കായാലും നിരാകരിക്കാൻ കഴിയാം. ഇതൊക്കെ ഇവിടെ സവിസ്തരം അംഗീകരിക്കപ്പെട്ട ഇതിന്റെ അനുഭവസ്ഥർ ഇന്നുണ്ട്. PKK ബാവ, ഈ പറയപ്പെട്ട PKK ബാവ ഇന്നും മരിച്ചിട്ടില്ല. എന്താ നടന്ന ഞങ്ങൾക്കറിയില്ല. മെഡിക്കൽ സയൻസിന് പിഴച്ചു എന്ന് ഡോക്ടർ അവസാനം പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ ആകാശത്തിന്റെ മുകളിലുള്ള ലോഹിൽ നോക്കി വായിക്കുക, അവിടെ നോക്കുക, അങ്ങോട്ട് റൂഹ് കൊണ്ട് പോവുക, അവിടെ സ്വപ്നം കാണുക. സ്വപ്നം കാണലൊക്കെ അവർക്കൊരു പ്രശ്നമല്ല. സ്വപ്നം സാധാരണക്കാരനെ കാണാൻ ആകാശത്തിന്റെ മുകളിൽ സ്വപ്നം കാണാം. സാധാരണ ഇരുന്ന ഇരുത്തത്തിൽ ആകാശത്തിന്റെ മുകളിലേക്ക് നോക്കിയിരുന്നു സയ്യിദുനാ ഇബ്രാഹിം എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. സ്വപ്നത്തിന്റെ മേലല്ലേ ആ കാര്യം? സ്വപ്നം എന്നാൽ ഒരു പ്രശ്നമല്ല. സത്യത്തിൽ ഇരുന്ന ഇരിപ്പിൽ ആകാശത്തിന്റെ മുകളിലേക്ക് നോക്കുക, അതൊരു വലിയ കഴിവല്ല. ഈ കഴിവ് ആർക്കുണ്ടായിരുന്നു? സയ്യിദുനാ ഇബ്രാഹിം. ആകാശത്തിന്റെ മുകൾ ലോകങ്ങൾ ബാബിലോണിയയിൽ ഇരുന്നിട്ട് നോക്കിക്കണ്ടിരുന്നു സയ്യിദുനാ ഇബ്രാഹിം. ഉറക്കപ്പറ സയ്യിദുനാ ഇബ്രാഹിം. ആകാശം സ്വപ്നം കാണൽ അമ്പിയാക്കൾക്ക് സർവ്വസാധാരണ. എല്ലാ നബിയും സ്വപ്നം കാണും. മുഹമ്മദ് നബി 38 തവണ റൂഹിയായ മെഹറാജ് മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹിയായ മെഹറാജ് മുഹമ്മദ് നബിക്ക് ഉണ്ടായത് 38 തവണയാണ്. 38 തവണ റൂഹിയായ മെഹറാജ് ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിട്ട് അങ്ങനെ പോയിട്ട് ലോഹ് നോക്കി വായിച്ചിട്ടുണ്ട് വരിക. 38 തവണ റൂഹിയായ മെഹറാജ് ഉണ്ടായിട്ടുണ്ട്. സയ്യിദുനാ മുഹമ്മദ് ഇറാഖോയിൽ താമസിച്ച കാലത്തുണ്ടായിട്ടുണ്ട്, അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. 38 മെഹറാജ് ഉണ്ടായിട്ട് മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഹമ്മദ് നബിയുടെ സർവ്വസാധാരണ സംഭവമാണ്. അതവർക്കൊരു വിഷയമേ അല്ല. അതല്ല ഈ പറയുന്ന വിഷയം. ഈ പറയുന്ന വിഷയം സുബ്ഹാനല്ലദീ ഇസ്റാ ബിഅബ്ദി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇത് അങ്ങനത്തെ വിഷയമല്ല, ഇത് സ്വപ്നമല്ല, അതവര് നിത്യം ഉണ്ടാവുന്നത്. 38 തവണ റൂഹിയായ മെഹറാജ് ഉണ്ടായിട്ടുണ്ട് സയ്യിദുനാ മുഹമ്മദുൻ. അത് സർവ്വസാധാരണമാണ്. അതല്ല ഈ പറയുന്ന സംഭവം. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ മാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി മൗലായ സല്ലി വസ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വബിത്ത തർഖാ